നിങ്ങളുടെ ആത്മവിശ്വാസത്തെ, നിങ്ങളുടെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ മനുഷ്യരുടെ ഒരു വാക്കു മതി പ്രിയപ്പെട്ടവരെ. പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇസബേലിൻ്റെ ഒരൊറ്റ വെല്ലുവിളി നിറഞ്ഞ വാക്കിൽ താൻ തകർന്നുപോയി, താൻ ക്ഷീണിച്ചുപോയി. ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാൻ ഇച്ഛിച്ച് താൻ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നെ തട്ടുന്നു. കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും നൽകിക്കൊടുത്ത് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ഹോറേ പർവ്വതത്തോളം താൻ നടന്നു. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവകൃപയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ താൻ ഒറ്റയ്ക്കായിരുന്നു. തന്നെ വിളിച്ച ദൈവത്തിൽ താൻ അടിയുറച്ച് നിന്ന പ്രവാചകൻ, ക്ഷാമം കൊടുമ്പിരി കൊള്ളുമ്പോഴും കിരീത് തോട്ടിൽ ദൈവത്തിൻ്റെ വാക്കു കേട്ട് ഒറ്റയ്ക്ക് നിന്ന പ്രവാചകൻ, അതികഠിനമായ ക്ഷാമത്തിൻ്റെ നടുവിൽ അനേകം മൃഗങ്ങളും പക്ഷികളും ജന്തുജാലങ്ങളും മനുഷ്യരുൾപ്പെടെ സകലരും മരിച്ചു വീഴുമ്പോൾ ഒരു സാധ്യതയുമില്ലാത്ത സാറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ചെന്ന് മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ ഒറ്റയ്ക്ക് പോയ പ്രവാചകൻ, ബാലിൻ്റെ 450 പ്രവാചകന്മാർക്കെതിരെ, അശേരയുടെ 400 പ്രവാചകന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതി കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ഏലിയാവിൻ്റെ ജീവിതത്തിൽ താൻ തകർന്നുപോയി, താൻ ക്ഷീണിച്ചുപോയി. എന്നാൽ തന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി, തന്നിലൂടെ ചെയ്യേണ്ട ദൈവിക നിയോഗങ്ങൾ എന്തെന്ന് ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ താൻ തിരിച്ചു നടക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവകൃപയിലേക്കൊന്ന് മടങ്ങി വാ പ്രിയപ്പെട്ടവരെ. നഷ്ടപ്പെട്ടുപോയ ദൈവിക ബന്ധം, നഷ്ടപ്പെട്ടുപോയ ദൈവിക കൃപ, നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യം, അതിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഏലിയാവിനെ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നിറവേറ്റിയെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ്സിൻ്റെ മധ്യത്തിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ, ദൈവിക നിയോഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളെ തകർത്ത് കളയാൻ ഒരു മനുഷ്യർ വിചാരിച്ചാലും അത് നടക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി അത് നിറവേറുക തന്നെ ചെയ്യും. ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മുടെ ആയുസ്സിൻ്റെ അന്ത്യം വരെ നമ്മെ നടത്തുന്ന ആ ദൈവത്തിൽ മുറുകെ പിടിക്കുക. ഒരു മനുഷ്യരുടെ വാക്കും നമ്മെ തകർത്ത് കളയത്തില്ല. ഏതെങ്കിലും മനുഷ്യൻ്റെ വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവകൃപയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ നിറവേറുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.